അങ്ങനെ കൃഷ്ണന്റെ നാടകം മന്ദസായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നത് മാനസ ആന്റിയമ്മയോട് ഹേമയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വരുൺ പറഞ്ഞ കാര്യത്തെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഹേമ മാനസയോട് ദേഷ്യപ്പെടുകയാണ്. ഇങ്ങനെ രണ്ടുപേരെ തമ്മിലടിപ്പിക്കാൻ ഇതുപോലെ പല വൃത്തികെട്ടവന്മാരുമുണ്ട്, അവരെയൊന്നും വിശ്വസിക്കരുതെന്ന് പറയുകയാണ്. തുടർന്ന് മാനസ പിന്നെ ആന്റിയമ്മയോടും ഹേമയോടും എനിക്ക് കൃഷ്ണന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ടാണ് ടെൻഷൻ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൃഷ്ണ ഇഷ്ടപ്പെടുമോ എന്തോ. എന്നാൽ അത് കേട്ട് ഹേമ പിന്നെ മാനസയെ ഉപദേശിക്കുകയാണ്. നീ അതോർത്തൊന്നും വിഷമിക്കേണ്ട മോളെ, കൃഷ്ണന് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ നീ എന്തുണ്ടാക്കി കൊടുത്താലും കൃഷ്ണ അത് ഇഷ്ടപ്പെടുമെന്ന് പറയുകയാണ്. നീ കൃഷ്ണന് മണ്ണ് കുഴച്ചു കൊടുത്താലും കൃഷ്ണ ആർത്തിയോടുകൂടി അത് കഴിച്ചിരിക്കുമെന്ന് പറഞ്ഞ് മാനസയെ സമാധാനിപ്പിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടി കൃഷി വന്നിരിക്കുകയാണ്. തുടർന്ന് മേശപ്പുറത്തിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കണ്ട് കൃഷി ആകാംക്ഷയോടുകൂടി എന്തൊക്കെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്, ചപ്പാത്തിയും കുറുമക്കറിയും ന്യൂഡിൽസ് എന്തൊക്കെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ ഹേമ പിന്നെ കൃഷ്ണനോട് ഈ ന്യൂഡിൽസ് ഉണ്ടാക്കിയത് മാനസയാണെന്ന് പറയുകയാണ്. മോൻ ഇരിക്കെ ഞങ്ങളിത് വിളമ്പിത്തരാമെന്ന് പറയുമ്പോൾ കൃഷി പിന്നെ ഇവരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി അത് ആന്റി പറഞ്ഞ് ശരിയായില്ല, ആണുങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനുള്ളവരല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞ് കൃഷി പഞ്ച് ഡയലോഗ് അടിച്ചു നിൽക്കുകയാണ്. എന്നാൽ കൃഷ്ണന്റെ ഡയലോഗിൽ ഹേമ വീഴുകയാണ്. പക്ഷെ ആന്റിയമ്മ വീഴുന്നില്ല. ആന്റിയമ്മ ഇങ്ങനെ സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കി നിന്ന് കാണുകയാണ്. തുടർന്ന് കൃഷ്ണ മാനസയും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. തുടർന്ന് മാനസ പിന്നെ കൃഷ്ണനോട് കൃഷ്ണ എന്താണ് കഴിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഈ ന്യൂഡിൽസ് ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്ക് ഉറപ്പില്ല ഈ ന്യൂഡിൽസ് നന്നായിട്ടുണ്ടാകുമെന്ന്, അതുകൊണ്ട് കൃഷ്ണ ഒരു കാര്യം ചെയ്തോ, ഈ ചപ്പാത്തി കുറുമക്കറി കഴിച്ചോളാൻ പറയുകയാണ്. എന്നുള്ളത് കേട്ട് കൃഷ്ണ അത് വേണ്ട, മാനസ എന്തുണ്ടാക്കി തന്നാലും ഞാൻ അത് കഴിച്ചോളാം എന്ന് പറയുകയാണ്. എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല, മാനസ ഉണ്ടാക്കിയത് മാത്രമേ ഞാൻ കഴിക്കൂ എന്ന് പറയുകയാണ് കൃഷ്ണ. എന്നാൽ അത് കേട്ട് മാനസിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് മാനസ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ന്യൂഡിൽസ് കൃഷ്ണന് വിളമ്പി കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണ പിന്നെ മനസ്സിൽ പറയുന്നത്, ഈശ്വര ഇത് കഴിച്ചെങ്ങാനും ഞാൻ ചത്തുപോകോ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് തന്നെ ആയിരിക്കണേ എന്നിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ ന്യൂഡിൽസ് കഴിച്ചു നോക്കുകയാണ്. എന്നാൽ കൃഷി ആദ്യത്തെ സ്പൂൺ ന്യൂഡിൽസ് കഴിച്ചു നോക്കിയപ്പോൾ തന്നെ കൃഷി പിന്നെ മനസ്സിൽ പറയുന്നത്, ഇതിനെ ന്യൂഡിൽസ് എന്ന് തന്നെയാണോ പറയുന്നത്, ഇത് കഴിച്ചിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, ഡൈപ്പർ വാങ്ങേണ്ടി വരുമല്ലോ ഈശ്വര, ഇതെങ്ങനെയാണ് കഴിച്ചു തീർക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൃഷി മാനസയെ കാണിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട ന്യൂഡിൽസ് കഴിച്ചു തീർക്കുകയാണ്. തുടർന്ന് മാനസ പിന്നെ കൃഷ്ണയോട് എങ്ങനെയുണ്ട് ന്യൂഡിൽസ് എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി സൂപ്പറായിട്ടുണ്ട് മാനസ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ മാനസിക സന്തോഷമാവുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മയ്ക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവുകയാണ്. ആന്റിയമ്മ പിന്നെ മനസ്സിൽ പറയുന്നത്, മാനസം ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കുറച്ച് കഴിച്ചു നോക്കിയതാണ്, വായിൽ പോലും വെച്ചോക്കാൻ കൊള്ളില്ല, അത്രയും വൃത്തികെട്ട രീതിയിലാണ് മാനസ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും വൃത്തികെട്ട ഭക്ഷണം കൃഷി നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും തക്കതായ കാരണമുണ്ട്. കൃഷി നീ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും വലിയൊരു നടൻ തന്നെയാണ്, നീ ഞങ്ങളെയെല്ലാം സുഖിപ്പിച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അഭിനയിക്കുന്നത്, പക്ഷെ എന്തിനു വേണ്ടിയാണ് നീ അഭിനയിക്കുന്നത് അത് ഞാൻ കണ്ടുപിടിക്കും മോനെ. അങ്ങനെ കൃഷ്ണന്റെ നാടകം പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ് ആന്റിയമ്മയ്ക്ക് മുന്നിൽ. തുറന്ന് കാണിക്കുന്നത് ബാലും സുമിത്രയുമാണ്. രണ്ടുപേരും നല്ല ഗൗരവത്തിൽ എന്തൊക്കെയായിരുന്നു ചിന്തിച്ച് ഇങ്ങനെ നിൽക്കും. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ വരികയാണ്. അച്ഛാ അമ്മേ, എനിക്ക് നിങ്ങളോട് വളരെ സീരിയസ് ആയ ഒരു കാര്യം സംസാരിക്കാനുണ്ട്, സത്യം പറ, ചേട്ടന്റെ യഥാർത്ഥ അച്ഛനെയും അമ്മി സാഗർ സുജാതിയുമാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് സുമിത്രയും ബാലുവൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്ര ഒന്ന് ഞെട്ടിക്കൊണ്ട് ആരാണ് നിന്നോട് ഇതൊക്കെ പറഞ്ഞത്, സാഗർ സുജാതിയും ഒന്നുമല്ല ബലരാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീ പിന്നെ അമ്മയോടും അച്ഛനോടും പിന്നെ പറയുന്നത്, നിങ്ങളുടെ ഈ ഞെട്ടലിൽ തന്നെ എനിക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ്, സാഗർ സുജാതിയുമാണ് ബലരാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്ന്. എന്നാൽ അത് കേട്ട് സുമിത്ര പിന്നെ ഭാഗ്യശ്രീയോട് നീ ലാലിയെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീ ഒന്ന് ചിരിക്കുകയാണ്. ഞാൻ ഒരാളെയും കണ്ടില്ല, ഇനി ഇതും പറഞ്ഞ അമ്മ വെറുതെ ലാലി ആന്റിയോട് ദേഷ്യപ്പെടണ്ട, ഞാൻ വെറുതെ അമ്മയ്ക്ക് മുന്നിൽ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്, അമ്മ കറക്റ്റ് ആയിട്ട് അതിൽ വീണിരിക്കുകയാണ്, ഞാൻ ഇട്ട ചൂണ്ടയിൽ അമ്മ കൊളത്തിയിരിക്കുകയാണ്, എനിക്ക് ഈ വലിയ രഹസ്യം ഇപ്പോൾ തന്നെ എന്റെ ചേട്ടനെ അറിയിക്കണം എന്ന് പറയുകയാണ് ഭാഗ്യശ്രീ. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുമിത്രയും ബാലു. നീ ഇത് ഒരു കാരണവശാലും ചേട്ടനെ അറിയിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ദേ നോക്ക് മോളെ, ഞങ്ങൾ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീ പിന്നെ അമ്മയെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുകയാണ്. അമ്മയ്ക്ക് പൈങ്കിളി തമാശ നിർത്താറായില്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മ എന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കില്ല, അമ്മ ജീവിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുകയാണ്. എന്നിട്ട് അമ്മ പറയുന്നു അമ്മ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന്. അമ്മയ്ക്ക് നാണമാകില്ലേ, ഇനിയെങ്കിലും മാറ്റിപ്പിടിച്ചോടെ എന്നൊക്കെ ചോദിച്ച് അമ്മയെ കളിയാക്കുകയാണ് ഭാഗ്യശ്രീ. ഞാൻ എന്തായാലും ഈ കാര്യം ഇപ്പോൾ തന്നെ എന്റെ ചേട്ടനെ അറിയിക്കുമെന്ന് പറയുകയാണ്. നിങ്ങൾ രണ്ടുപേരും മറന്നുപോയ ഒരു കാര്യമുണ്ട്, ഞാനൊരു വക്കീല് മാത്രമല്ല, അതിനു മുന്നേ ഞാൻ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്നു എന്ന് പറയുകയാണ്. എനിക്ക് ഈ കാര്യം ഇപ്പോൾ തന്നെ എന്റെ ചേട്ടനെ അറിയിക്കണമെന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ്. തുടർന്ന് സുമിത്ര പിന്നെ ഭാഗ്യശ്രീയോട് നീ ഇത് നിന്റെ ചേട്ടനോട് പറഞ്ഞാൽ ഞാൻ പിന്നെ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കില്ല, ഞാൻ ചത്തുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീ ഒന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ അമ്മയോട് പറയുന്ന അതിന് എന്റെ അമ്മ എപ്പോഴേ ചത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്റെ അമ്മയുടെ മേത്ത് കയറിയ ഒരു ദുരാത്മാവ് മാത്രമാണ് ഇപ്പോൾ എനിക്ക് മുന്നിലുള്ളത്,
നിങ്ങളെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ജീവിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ അവിടെ നിന്ന് നല്ല ദേഷ്യത്തിൽ പോവുകയാണ്. എന്നാൽ ഭാഗ്യശ്രീ പറഞ്ഞു കേട്ട് സുമിത്രി ബാലു ഒക്കെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ബാലു പിന്നെ സുമിത്രയോട് നമ്മളിങ്ങ എന്ത് ചെയ്യും മല്ലയ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സുമിത്ര പിന്നെ ബാലുവിനോട് ബാലു ഒന്നോർത്തും വിഷമിക്കേണ്ട, എന്തായാലും നമ്മുടെ ഭാഗ്യശ്രീ ബലരാമനെ ഇന്ന് കാണില്ല എന്ന് പറയുകയാണ്. അതും പറഞ്ഞുകൊണ്ട് സുമിത്ര വേഗം തന്നെ ഫോൺ എടുത്തിട്ട് സഹദേവനെ വിളിക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി ഓഫീസിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണെന്നാൽ ഈ സമയത്ത് കൺമണിക്ക് കോൾ വരികയാണ്. കൺമണിയുടെ അമ്മായിമാരാണ് കൺമണിയെ വിളിക്കുന്നത്. തുടർന്ന് കൺമണി നല്ല സന്തോഷത്തോടു കൂടിയാണ് ഫോൺ എടുക്കുന്നത്. പക്ഷെ അമ്മായിമാര് കട്ടക്കലിപ്പിൽ പിന്നെ കൺമണിയോട് ദേഷ്യപ്പെടുകയാണ്. നീ എല്ലാം ചേർന്ന് ഞങ്ങൾ അലിഗിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്, നീ ഒരുത്തി കാരണമാണ് ഞങ്ങൾ അലിഗിൽ നിന്ന് പുറത്താകാൻ കാരണം എന്ന് പറഞ്ഞ് കൺമണിയോട് ദേഷ്യപ്പെടുകയാണ് അമ്മായിമാര്. തുറന്ന് അത് കേട്ട് കൺമണിക്ക് ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന് കൺമണി അമ്മായിമാരോട് എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ അമ്മായിമാരും ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. മാനസ ഞങ്ങളെ 3 പേര് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, നിന്റെ അമ്മായിമാരായതുകൊണ്ട് മാത്രമാണ് മാനസ നിന്നോട് പ്രതികാരം വീട്ടുന്നതിന് വേണ്ടി ഞങ്ങളെ പുറത്താക്കിയത്, ഇപ്പോൾ സമാധാനമായിരി എന്ന് ചോദിച്ചുകൊണ്ട് നല്ല ദേഷ്യത്തിൽ അമ്മായിമാര് ഫോൺ വെക്കുകയാണ്. എന്നാൽ അമ്മായിമാര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു നിൽക്കുകയാണ് കൺമണി. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവ്ജി വരികയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ കൺമണിയോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൺമണി അമ്മായിമാര് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേവ്ജിയോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ കൺമണിയെ സമാധാനിപ്പിക്കുകയാണ്. കൺമണിയുടെ അമ്മായിമാരായതുകൊണ്ട് മാത്രമാണ് അമ്മായിമാർ ഇപ്പോഴും അലിയിൽ ജോലി ചെയ്യുന്നത്, സത്യം പറഞ്ഞാൽ അവരെ 3 പേരെയും പണ്ട് തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടവരായിരുന്നു എന്ന് പറയുകയാണ്. കാരണം അമ്മാതിരി തോന്നിവാസങ്ങളാണ് അവർ കമ്പനിയിൽ കാണിച്ചു കൂട്ടുന്നത്, ഒന്നിനും ഒരു ശ്രദ്ധയില്ല, ഓഫീസിലേക്ക് വൈകി വരുന്നു, നേരത്തെ പോകുന്നു, ഒരു ഉത്തരവാദിത്വമില്ല, അവര് പണ്ട് തന്നെ പുറത്താക്കേണ്ടതായിരുന്നു എന്ന് പറയുകയാണ്. ഇപ്പോൾ മാനസയ്ക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ മാനസ നിന്നോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് അമ്മായിമാരെ പുറത്താക്കിയിരിക്കുന്നതെന്ന് പറയുകയാണ്. കൺമണി അതോർത്തൊന്നും വിഷമിക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ് ദേവ്ജി. വാ കൺമണി നമുക്ക് ഓഫീസിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ദേവ്ജി കൺമണിയെ കൂട്ടിക്കൊണ്ട് ഓഫീസിലേക്ക് പോവുകയാണ്. തുറന്ന് കാണിക്കുന്ന ബലരാമനാണ്. ബലരാമൻ സഹദേവന്റെ അടുത്ത് ചെന്നിട്ട് സാറേ എനിക്ക് എന്റെ അമ്മയോ ഭാഗ്യശ്രീയോ ഒന്ന് ഫോണിൽ വിളിച്ചു തരണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സഹദേവൻ അത് പറ്റില്ല എന്ന് പറയുകയാണ്. എനിക്കെതിരെ ഇപ്പോൾ പരാതി വന്നിരിക്കുകയാണ്, ഞാൻ ഇവിടെ ജയിലിലെ പ്രതികൾക്ക് വഴിവിട്ട് ഓരോന്ന് ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞ എന്റെ പേരിൽ പരാതി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി ഇവിടുന്ന് ആരും എന്റെ സഹായം പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുകയാണ് സഹദേവൻ. എന്നാൽ ഈ സമയത്ത് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് സഹദേവനോട് സാറേ ഒന്ന് പെട്ടെന്ന് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സഹദേവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ബലരാമനെ കാണുന്നതിന് വേണ്ടി ബലരാമന്റെ സഹോദരി ഭാഗ്യശ്രീ വന്നിരിക്കുകയാണ്. ഭാഗ്യശ്രീയെ ജയിലിന്റെ പുറത്ത് വെച്ച് പോലീസുകാർ തടഞ്ഞിരിക്കുകയാണ്. തുടർന്ന് സഹദേവൻ ഭാഗ്യശ്രീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സഹദേവൻ പിന്നെ ഭാഗ്യശ്രീയോട് ദേഷ്യപ്പെടുകയാണ്. ഒരാളെയും ബലരാമനെ കാണാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ്. ബലരാമന്റെ വക്കീലിന് മാത്രമേ ബലരാമനെ കാണാൻ സാധിക്കൂ എന്ന് പറയുകയാണ്. സൂപ്രണ്ടിന്റെ ഓർഡർ ഉണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ്. തുടർന്ന് ഭാഗ്യശ്രീ പിന്നെ സഹദേവനെ കളിയാക്കിക്കൊണ്ട് നിങ്ങളുടെ സൂപ്രണ്ട് എന്ന് പറയുന്ന എന്റെ അമ്മയായിരിക്കും അല്ലേ, എന്റെ അമ്മ വിളിച്ചു പറഞ്ഞു കാണും എന്നെ ഒരു കാരണവശാലും ബലരാമനെ കാണിക്കരുതെന്ന്, ഞാൻ കാണിച്ചു തന്നോണ്ട് ബലരാമനെ എങ്ങനെ കാണണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ അവിടുന്ന് നിരാശയോടുകൂടി മടങ്ങുകയാണ്. തുറന്ന് കാണിക്കുന്ന അലിഗയുടെ ഓഫീസാണ്. കൺമണി ഓഫീസിൽ ഇങ്ങനെ സ്റ്റാഫിനോട് വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൃഷും മാനസിയും കൂടി ഒരുമിച്ച് വരികയാണ്. കൃഷും മാനസിയും ഒരുമിച്ച് വരുന്ന കണ്ട് കൺമണിക്ക് അത് കണ്ടിഷ്ടപ്പെടുന്നില്ല. കൺമണി തന്റെ ക്യാബിനിലേക്ക് പോകാൻ നേരം കൃഷും മാനസിയും കൺമണിയെ കടന്ന് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണിയെ കണ്ട് കൺമണിയെ ചൊടിപ്പിക്കുന്നതിന് വേണ്ടി മാനസ കൃഷിന്റെ ക്യാബിനിലേക്ക് കയറാൻ നേരം കൃഷിനെ തടഞ്ഞു നിർത്തിയിട്ട് കൃഷിന്റെ ഷർട്ടൊക്കെ ശരിക്കിട്ട് കൊടുക്കുകയാണ്. തുടർന്ന് മാനസ പിന്നെ കൺമണിയെ കേൾപ്പിക്കുന്നതിന് വേണ്ടി കൃഷ്ണനോട് ഇതൊക്കെ നോക്കണ്ടേ കൃഷ്, എപ്പോഴും എന്റെ കൈ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ശരിയാകില്ല കൃഷ്, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഒക്കെ ഞാൻ തന്നെ ചെയ്തു തന്നോളാം എന്ന് പറയുകയാണ് മാനസ. കൃഷിന്റെ ഡ്രസ് എല്ലാം ഞാൻ തന്നെ അയൺ ചെയ്ത് തന്നോളാം എന്ന് മാനസ കൃഷ്ണനോട് പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് മാനസ കൺമണിയുടെ മുഖത്ത് നോക്കി കൃഷിന്റെ കവിളിൽ ഉമ്മ കൊടുക്കുകയാണ്. കൺമണിയെ കാണിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം കൃഷിന്റെ കവിളിൽ ഉമ്മ കൊടുക്കുകയാണ് മാനസ. അതിനുശേഷം മാനസ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. മാനസ പെടും തന്നെ തന്റെ കവിളിൽ ഉമ്മ വെച്ച് കണ്ട് കൺമണി അത് കണ്ടിരിക്കുകയാണ്. ഒരു ചളിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് കൃഷി. എന്നാൽ അതെല്ലാം കണ്ട് കലിച്ചു തൊള്ളി പല്ലും കടിച്ചു പിടിച്ചിട്ടാണ് കൺമണി നിൽക്കുന്നത്. തുടർന്ന് കൃഷ്ണന് പിന്നെ കൺമണിയോട് ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല. ചെറിയൊരു ചളിപ്പോട് കൂടി കൃഷി വേഗം തന്നെ തന്റെ ക്യാബിനിലേക്ക് ചെന്ന് നല്ല ദേഷ്യത്തിൽ ആ കസേരയിൽ വന്നിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി വേഗം തന്നെ തന്റെ ക്യാബിനിൽ ചെന്ന് ആ കസേരയിൽ ഇരുന്ന് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് കൃഷ്ണനെ വിളിക്കുകയാണ്. എന്നാൽ ആ ഫോൺ ബെല്ലടിക്കുമ്പോൾ തന്നെ കൃഷ്ണ കാര്യം മനസ്സിലായിരിക്കുകയാണ്. തുടർന്ന് കൃഷി കൺമണിയെ നോക്കി ആ ഫോൺ എടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി നല്ല ദേഷ്യത്തിൽ കണ്ണുരുട്ടിയിട്ടാണ് കൃഷ്ണനോട് പിന്നെ ഫോണിലൂടെ സംസാരിക്കുന്നത്. എന്തിനാണ് കൊഞ്ചിക്കൊഴയിലും എന്ന് ചോദിച്ചുകൊണ്ടാണ് കൺമണി ദേഷ്യപ്പെടുന്നത്. ഉമ്മയിൽ മാത്രം നിർത്തിയത് എന്തിനാണ്, കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഡ്യുവറ്റ് ഡാൻസും കൂടിയും ആകാമായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ്. ഇതൊരു ഓഫീസാണ്, ആ ഒരു ബോധമെങ്കിലും ഉണ്ടാകാമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്റെ മുന്നിൽ ഇങ്ങനെയാണെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് എന്തൊക്കെയായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണ ഇട്ട് വട്ടം കറക്കുകയാണ് കൺമണി.
എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് അയ്യോ കൺമണി, ഞാൻ കൺമണിയോട് മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ അച്ഛൻ വരുന്നവരെ മാനസി ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതൊരു അഭിനയമാണെന്ന് പറയുകയാണ്. ഇത് വെറും ഒരു അഭിനയം മാത്രമാണ്, അതല്ലാതെ അതിനപ്പുറം ഒന്നും തന്നെ ഇല്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ ആ ഒരു സെൻസിൽ എടുക്കണമെന്ന് പറഞ്ഞ് കൃഷി ന്യായീകരിക്കുകയാണ്. നീ എന്റെ മുഖം ശ്രദ്ധിച്ചില്ലേ, അതിൽ ഇഷ്ടക്കേട് വ്യക്തമായിരുന്നോ? നമ്മൾ രണ്ടുപേരും ഒന്നിക്കുന്നതിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് അഭിനയിക്കുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ കൃഷ്ണയോട് എന്റെ ക്രിട്ട് സാറിനെ എനിക്കറിയില്ലേ, എന്റെ മനസ്സിൽ ക്രിട്ട് സാറും ക്രിട്ട് സാറിന്റെ മനസ്സിൽ ഞാനും മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് എത്രത്തോളം വിശ്വാസമാണെന്ന് ചോദിക്കുകയാണ് കൺമണിയോട്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണയോട് അത് ഞാൻ പറയില്ല സാറേ. തുടർന്ന് കൃഷി വീണ്ടും കൺമണിയോട് പറ കൺമണി പ്ലീസ് കൺമണി എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് കൃഷ്ണന്റെ ക്യാബിനിലേക്ക് മാനസ ഒരു ഫയലുമായിട്ട് വരികയാണ്. തുടർന്ന് മാനസ കൃഷ്ണനോട് വല്ല തിരക്കിലാണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി വേഗം തന്നെ ഫോൺ വെക്കുകയാണ്. തുടർന്ന് മാനസ ഫയലുമായിട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കൃഷ് 2 അപ്ഡേറ്റ് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് കൺമണിക്ക് മാനസയുടെ വരവ്, രണ്ടാമത്തെ വരവ് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കൺമണി നല്ല ദേഷ്യത്തിൽ ആ ഫോൺ വെച്ച് കൃഷ്ണും മാനസിയും എന്താണ് ക്യാബിന്റെ അകത്ത് സംസാരിക്കുന്നതെന്ന് ചെവി വെച്ച് കേൾക്കാൻ ശ്രമിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. തുടർന്ന് മാനസി നല്ല ഗൗരവത്തിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് 3 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, സത്യഭാമ, സുലോചന, ശാന്തമ്മ. എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് കൃഷി പിന്നെ മാനസിയോട് അവരെ പുറത്താക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മാനസ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള മെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് കൃഷ്ണയോട്. കൃഷി അത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. വിത്ത് CCTV വിഷ്വൽസ് അടക്കമാണ് ഞാൻ മെയിൽ അയച്ചിരിക്കുന്നത്. അവർ നമ്മുടെ കമ്പനിയിലേക്ക് വൈകിയാണ് വരുന്നത്, അതുപോലെ നേരത്തെ തന്നെ പോകാറുണ്ട്. ഒരു ശ്രദ്ധയുമില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് അവരിവിടെ വർക്ക് ചെയ്യുന്നത്. ആ ഒരു കാരണം കൊണ്ട് അവരെ 3 പേരെയും പുറത്താക്കിയിരിക്കുകയാണെന്ന് കൃഷ്ണ അറിയിക്കുകയാണ് മാനസ. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് കൃഷ്. ഇവൾ എന്നെ ശരിക്കും പൂട്ടിയിരിക്കുകയാണ്, ഇനി ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് കൃഷ്ണ മനസ്സിലായിരിക്കുകയാണ്. കൃഷി ഇതൊക്കെ മനസ്സിൽ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസ പിന്നെ മനസ്സിൽ പറയുന്നത് കൃഷേ നിനക്ക് ഈ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എനിക്കറിയാം നിന്റെ കൺമണിയുടെ അമ്മായിമാരുടെ അവസ്ഥയിൽ നീ ഇപ്പോൾ ഉള്ളിൽ കരയുന്നുണ്ടാകുമെന്ന്, പക്ഷെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല കൃഷ്. മാനസയോടാണ് നിന്റെ കളി. തുടർന്ന് കൃഷി പിന്നെ മാനസിയോട് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മാനസ രണ്ടാമത്തെ അപ്ഡേറ്റ് കൃഷ്ണയോട് പറയുകയാണ്. നാളെ മുതൽ നമ്മുടെ കമ്പനിയിൽ പുതിയ ചീഫ് ഡിസൈനർ ചാർജ് എടുക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി വീണ്ടും ഒന്ന് ഞെട്ടുകയാണ്. അതെങ്ങനെ ശരിയാകുമെന്ന് കൃഷി മാനസിയോട് ചോദിക്കുകയാണ്. നമുക്ക് ഓൾറെഡി ഒരു ചീഫ് ഡിസൈനർ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ മാനസ നമ്മളന്ന് പരസ്യം ചെയ്തിട്ട് അത് കണ്ട് ഒരാള് നമ്മുടെ കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണ്. പാരീസിൽ ഫാഷൻ ഡിസൈനറായി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ആ പുതിയ ആൾക്കുണ്ടെന്ന് പറയുകയാണ്. നാളെ തന്നെ ജോയിൻ ചെയ്യുമെന്ന് പറയുകയാണ്. മിസ് ശ്രീദേവി നമ്മുടെ പരസ്യം കണ്ടു വന്നതാണ്. തുടർന്ന് കൃഷി പിന്നെ നല്ല ഗൗരവത്തിൽ പിന്നെ മാനസിയോട് അതിന് ചെയർമാന്റെ അപ്രൂവൽ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മാനസ പിന്നെ കൃഷ്ണയോട് അപ്പോൾ കൃഷി മെയിലൊന്നും ചെക്ക് ചെയ്യാറില്ല എന്ന് ചോദിക്കുകയാണ്. ചെയർമാന്റെ അപ്രൂവൽ ഉണ്ടെന്ന് മാനസ കൃഷ്ണ അറിയിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ശ്രീദേവി നാളെ തന്നെ നമ്മുടെ കമ്പനിയിൽ ചാർജ് ഏറ്റെടുക്കും. എന്നാൽ അത് കേട്ട് കൃഷ്ണന് ദേഷ്യം വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് മാനസ പിന്നെ മനസ്സിൽ പറയുന്ന നിന്റെ കൺമണിയെ നാളെ തന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കുമടാ എന്നിങ്ങനെ നല്ല ഗൗരവത്തിൽ മാനസ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇതിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരണമെന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് കൃഷിയും കൺമണിയും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.